എന്നാൽ PDPയോട് ഇടതുമുന്നണി പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. UDFിന്റെ ഘടകകക്ഷികളെ പോലെയാണ് ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ എല്ലാ കാലഘട്ടത്തിലും UDFിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വെൽഫെയർ പാർട്ടി ഉന്നയിക്കപ്പെടുന്ന ഒരു നയമുണ്ടല്ലോ, അത് പൊതുവിൽ കേരള ജനത അംഗീകരിക്കുന്ന നയമല്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആരെ കാലുപിടിച്ചും ജയിക്കുക എന്നുള്ള നയമാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പരിപാടിയില്ല, നയമില്ല, പ്രകടനപത്രികയില്ല, ഒന്നുമില്ല. ആരെ കാലുപിടിച്ചെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. അത് കേരളം അടുത്ത കാലത്തായി നല്ലവണ്ണം തിരിച്ചറിയുന്നു. അതുതന്നെയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ്. അതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ. എന്തായാലും നിലമ്പൂർ രാഷ്ട്രീയത്തിലേക്ക് ഈ ഒരു പുതിയ വിവാദം ശക്തമായി ഉയർന്നു വരികയാണ്. നേതാക്കൾ കൂടുതൽ കടുത്ത പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം അവിഹിത വീഴ്ചയെന്നാണ് CPM നേതാവ് ഇളമരം കരീം പറയുന്നത്. കോൺഗ്രസ് നേരത്തെ BJPയുമായും ബന്ധം സൂക്ഷിച്ചിരുന്നു. തീവ്രവാദികളുടെ ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ച സാഹചര്യത്തിൽ തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുക എന്നത് ചിന്തിക്കാൻ പോലും ആകില്ലെന്നുമാണ് ഇളമരം കരീമിന്റെ വാക്ക്. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് CPM അതിനെ കാണുന്നത്? UDF എന്ന രാഷ്ട്രീയ മുന്നണിക്ക് LDFനോട് ഇന്ന് നിലമ്പൂരിൽ ഏറ്റുമുട്ടി ജയിക്കാനാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ കണ്ണിൽ കണ്ട എല്ലാ വർഗീയ വിഘടനവാദികളെയും തീവ്രവാദികളെയും കൂട്ടുപിടിക്കുക എന്ന ഏറ്റവും അധപതിച്ച രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസും UDFും അധപതിച്ചിരിക്കുകയാണ്. വളരെ വളരെ അപകടം പിടിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തീവ്രവാദികളുടെ ആക്രമണം രാഷ്ട്രത്തെ തന്നെ ഞെട്ടിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തരം തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതാണ് ഇത്ര ശക്തമായ വാക്കുകൾ ഇളമരം കരീമിന്റെയും ഇടതു നേതാക്കളുടെയും ഭാഗത്തുമുണ്ടാകുന്നു. ഇനി UDFിന്റെ മറുപടിയാണ് ഇന്നത്തെ ദിവസം പ്രസക്തമാവുന്നത്. 11 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. നിലമ്പൂരിലെ പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യഥാർത്ഥത്തിൽ UDF ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്ര പരസ്യമായ ഒരു പ്രഖ്യാപനം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക UDFിനുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് മലപ്പുറത്ത് ചേരുകയാണ്. അങ്ങനെ നിർണായക രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂർ നടക്കുന്നു. നമുക്ക് വിശദമായി കടക്കാം. മഞ്ജുഷ് ഗോപാൽ ഒപ്പം VV അരുൺ ഉണ്ട്. മഞ്ജുഷ്, മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങൾ നിലമ്പൂരിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. പക്ഷേ ഇന്നലെ മഞ്ജുഷിനോട് MV ഗോവിന്ദൻ നടത്തിയ ആ പ്രസ്താവനയാണ് ഇന്ന് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ചയായി മാറുന്നത്. വർഗീയ ശക്തികൾക്ക് കൂട്ടുചേരുന്നത് ആര് എന്ന ചോദ്യമാണ്. UDFിനെതിരെ ഇടതുമുന്നണി ഇത് ആയുധമാക്കുമ്പോൾ UDFിനും മറുപടിയുണ്ട്. ഇന്ന് നമുക്ക് നേതാക്കൾ ഏതു തരത്തിലുള്ള നീക്കത്തിലേക്കാണ് കടക്കാൻ സാധ്യത? UDFിൻ്റെ മറുപടി ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ? സജിത്ത, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ് ഇന്നലെ മുതൽ നിലമ്പൂർ മണ്ഡലത്തിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതാണ് MV ഗോവിന്ദൻ ന്യൂസ് 18 നടത്തിയ പ്രതികരണത്തിലൂടെ ഇന്ന് ഇതുവരെ ഈ വിഷയം മാത്രമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ചർച്ചയാവുന്നത്. നേതാക്കളുടെ പ്രതികരണവും ഈ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് ആര്യാടൻ ഷൌക്കത്ത് ഒഴികെ ബാക്കി കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ UDFിന്റെ മറ്റ് മുന്നണികളിലെയോ നേതാക്കന്മാരാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത്. അത് ഒരു സമവായം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. VD സതീശൻ 11 മണിയോടുകൂടി 11:10 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ UDFിന്റെ ഒരു നിലപാട് പറയും ഈ വിഷയത്തിൽ. LDF അതിശക്തമായിട്ട് LDFിന്റെ പ്രത്യേകിച്ച് CPMന്റെ പരമാവധി നേതാക്കൾ ഇതിനകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, മലപ്പുറത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വരുന്ന ഒട്ടുമിക്ക നേതാക്കളും പ്രതികരണം അറിയിക്കുകയും ചെയ്യും. ഇവിടെ നിലമ്പൂരിലും അങ്ങനെ തന്നെയാണ്. CPMന്റെ നേതാക്കൾ പ്രതികരണം തന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതിശക്തമായിട്ട് ഈ വിഷയത്തിൽ UDFിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലാണ് പ്രതികരണം വരുന്നത്. അതായത് വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ട് നടത്തിയാണ് UDF തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നത്. അത് നിലമ്പൂരിലും പ്രകടമാകാൻ പോവുകയാണ്. അതിന് അവസാനത്തെ ഉദാഹരണമാണ് വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ്. വെൽഫെയർ പാർട്ടി UDFിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ള കാര്യം, നിരുപാധികമായ പിന്തുണ കൊടുക്കുന്നു എന്നുള്ള കാര്യം ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ന്യൂസ് 18നുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ഇത് വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന UDFിന്റെ നിലപാടാണ്. നേരത്തെ താൻ പറഞ്ഞിരുന്ന മഴവിൽ സഖ്യം ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് എന്ന്. പിന്നെ ഇതിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടങ്ങളിലും മുന്നണികളെ മാറി മാറി സഹായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ സജിത്തിനറിയാം ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിരിക്കുന്നത് UDFിനാണ്. പക്ഷേ അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2004 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ തന്നെ 2004ലും 2006ലും 2009ലും 2011ലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി LDFിനെ സഹായിച്ചിട്ടുള്ളതാണ്. അത് മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞുള്ള സഹായങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് 2009
18 ലോക്സഭാ മണ്ഡലങ്ങളിൽ പരസ്യമായ പിന്തുണ നൽകി. 2011 124 നിയമസഭാ മണ്ഡലങ്ങളിൽ പരസ്യമായ പിന്തുണ നൽകി. ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ UDF-നാണ് പിന്തുണ നൽകുന്നത്. അത് മാത്രമല്ല, വെൽഫെയർ പാർട്ടി UDF-ൽ ഒരു അസോസിയേറ്റ് അംഗമാകാനുള്ള ആവശ്യം പോലും ഉന്നയിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ UDF അംഗീകരിച്ചിട്ടില്ല. പക്ഷേ പരസ്യമാക്കാതെയുള്ള പിന്തുണയും പരസ്യമാക്കിക്കൊണ്ടുള്ള പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇത്തവണ എന്തായാലും UDF ഒരു വെട്ടിലാണ് ഈ വിഷയത്തിൽ. കാരണം മുസ്ലിം ലീഗിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്ന കാര്യത്തിൽ 2 നിലപാടുകളുണ്ട്. ഒരു കൂട്ടം നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാം എന്നുള്ള അഭിപ്രായമുള്ളവരും മറുചേരി അങ്ങനെ വേണ്ട എന്നുള്ള നിലപാടുള്ളവരുമാണ്. സമസ്തയിലേക്ക് വന്നാലും അത് തന്നെയാണ്. ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണല്ലോ. വർഗീയ ശക്തികളുമായിട്ട് മുസ്ലിം ലീഗ് കൂട്ടുകൂടുന്നു എന്നുള്ള ആരോപണമാണ് സമസ്തയിൽ ഒരു വിഭാഗത്തിന് ലീഗുമായുള്ള ഭിന്നതയ്ക്ക് പലപ്പോഴും കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ LDF ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. ആ വിഭാഗത്തെ ഒപ്പം കൂട്ടുവാനുള്ള, ആ സുന്നി വിഭാഗത്തെ ഒപ്പം കൂട്ടുവാനുള്ള ഒരു നീക്കം നടത്തുവാനുള്ള LDF-ന്റെ തന്ത്രപരമായ സമീപനം കൂടിയാണ്. പരമാവധി പ്രചാരണം ഈ മണ്ഡലത്തിൽ ഈ വിഷയത്തിന് കൊടുക്കുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുകയാണ് UDF നിലമ്പൂർ മണ്ഡലത്തിൽ എന്നുള്ള കാര്യം പരമാവധി പ്രചാരണത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ LDF. ഇതിൽ VD സതീശന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. അതുമാത്രമല്ല, UDF-ന്റെയും കോൺഗ്രസിന്റെയും പല നേതാക്കളുമായിട്ട് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കുകയുണ്ടായി. അവരെല്ലാം പറയുന്നത് സതീശന്റെ ഒരു പ്രതികരണം വന്നതിന് ശേഷം ഈ വിഷയത്തിൽ പ്രതികരിക്കാം എന്നാണ്. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ UDF കൺവെൻഷനിൽ പങ്കെടുക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി ചിലപ്പോൾ ഒരു പ്രതികരണം തന്നേക്കാം. പക്ഷേ VD സതീശന്റെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. സയ്യിദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ PDP-യുടെ പിന്തുണ സമീപകാലത്ത് എന്ന പോലെ ഇത്തവണയും LDF-ന് തന്നെയാണ്. അതവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയമാണ് UDF ഉയർത്തിക്കാട്ടുന്നത്. PDP-യുടെ പിന്തുണ LDF സ്വീകരിക്കുന്നതിലൂടെ വർഗീയ ശക്തികളെ കൂടെ കൂട്ടുന്നു എന്നുള്ള സമീപനം. പക്ഷേ അതിന് MV ഗോവിന്ദൻ നൽകിയ മറുപടി അത് അത്രമാത്രം യോജിക്കാവുന്ന ഒരു കാര്യമല്ല. എങ്കിൽ കൂടിയും PDP ഒരു വർഗീയ പാർട്ടി അല്ല എന്നുള്ള നിലപാടാണ് MV ഗോവിന്ദൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടി താരതമ്യപ്പെടുത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആഗോള വ്യാപകമായിട്ട് ഒരു വർഗീയ പാർട്ടിയാണെങ്കിൽ PDP അങ്ങനെയാണോ എന്നുള്ള ചോദ്യമാണ് MV ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. PDP-യുടെ വോട്ടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ സ്വീകരിക്കുന്നത് തെറ്റായ നിലപാടാണ്, അത് വർഗീയ നിലപാടാണ് എന്ന വിഷയം ഉയർത്തുക തന്നെയാണ് LDF ഇവിടെ ചെയ്യുന്നത്. അതിനെ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്നത് PDP-യുടെ വോട്ടുകൾ കൂടി പിന്തുണ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും UDF. പക്ഷേ ഇതിനു മുൻപ് UDF-ന് ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരം പിന്തുണകൾ സ്വീകരിക്കുന്നതിൽ മുന്നണിയിൽ തന്നെ എതിരഭിപ്രായം വരുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് SDPI-യുടെ പിന്തുണ വേണ്ട എന്ന അവസാനം സതീശന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിവായിക്കാൻ ഒറ്റ കാര്യം കൂടി സജിത്ത്, ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്ന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തും അങ്ങനെ തന്നെയാണ്. ഷൌക്കത്തിന് എത്രമാത്രം ഈ കാര്യത്തിൽ പ്രതിരോധം തീർക്കുവാൻ കഴിയും എന്നുള്ളതാണ്. രാവിലെ ഷൌക്കത്തിന്റെ വാക്കുകൾ ആരുടെയും വോട്ടുകൾ വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോഴും നേതാക്കൾ പറയട്ടെ ആദ്യ പ്രതികരണങ്ങൾ എന്ന് തന്നെയാണ് ഷൌക്കത്തും പറയുന്നത്. പക്ഷെ അപ്പോൾ അവിടെയും ഒരു ആശങ്ക ഉണ്ട്. ആര്യാടൻ ഷൌക്കത്തിനെ പോലെയുള്ള ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ നേടി അതിൽ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയുമോ എന്നുള്ള കാര്യത്തിൽ. ശരി, എന്തായാലും മഞ്ജുഷ